ഹലോ, ഇന്നത്തെ ടോപ്പിക് ബോൺസ് ഓഫ് ദി ഹെഡ്. ടോട്ടൽ 29 ബോൺസ് ആണ് നമ്മുടെ ഹെഡിൽ കാണപ്പെടുന്നത്. അതിൽ 22 സ്കൾ ബോൺസും ആൻഡ് 7 അസോസിയേറ്റ് ബോൺസ് ആണ്. അതിൽ 6 ഇയർ ബോൺസ് ആൻഡ് 1 ഹയോയിഡ് ബോൺ. അങ്ങനെ ടോട്ടൽ 29 ബോൺസ് ആണ് നമ്മുടെ ഹെഡിൽ കാണപ്പെടുന്നത്. 22 സ്കൾ ബോൺസിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രാനിയം ബോൺസ് ആൻഡ് ഫേഷ്യൽ ബോൺസ്. 8 ക്രാനിയം ബോൺസ് ആൻഡ് 14 ഫേഷ്യൽ ബോൺസ് ആണ് ഉള്ളത്. അതിലാദ്യം നമുക്ക് ക്രാനിയൽ ബോൺസിനെ കുറിച്ച് തുടങ്ങാം. ക്രാനിയം ബോൺസിൽ ഫസ്റ്റ് വൺ ഫ്രണ്ടൽ ബോൺ. ഫ്രണ്ടൽ ബോൺ ഒരു ഫ്ലാറ്റ് ബോണാണ്. നമ്മുടെ നെറ്റിയിൽ ഫോർഹെഡിൽ കാണപ്പെടുന്നതാണ്. ഐ സോക്കറ്റിനും നേസൽ ക്യാവിറ്റിക്കും ഒരു റൂഫ് ഫോം ചെയ്യുന്നതാണ്. അത് നമ്മുടെ സ്കള്ളിൻ്റെ ഒരു ബോണി സ്ട്രക്ചർ പാർട്ടാണ്. അതുകൂടാതെ ഫ്രണ്ടൽ ബോൺ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ. ബ്രെയിൻ്റെ പ്രൊട്ടക്ഷന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നതാണ് ഫ്രണ്ടൽ ബോൺ. അടുത്തത് എത്മോയിഡ് ബോൺ. അതൊരു ചെറിയ സ്പോഞ്ചി ബോണാണ്. നമ്മുടെ മിഡ് ഫേസിൽ കാണപ്പെടുന്നതാണ്. നേസൽ ക്യാവിറ്റിയുടെ റൂഫ് ഫോം ചെയ്യുന്നതാണത്. ഓക്കെ, അത് നമ്മുടെ ഐസിന് ഇടയ്ക്കായിട്ട്, രണ്ട് കണ്ണുകൾക്കും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്നതാണ്. അതൊരു ഐസ് ക്യൂബിൻ്റെ, ചെറിയൊരു ഐസ് ക്യൂബിൻ്റെ അത്ര സൈസാണ് ആ എത്മോയിഡ് ബോണിനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് സ്പീനോയിഡ് ബോൺ. ഇറ്റ് ഈസ് ദ സെൻട്രൽ ക്രാനിയൽ ബോൺ ആണ്. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഹൗസിങ് ഇമ്പോർട്ടൻറ്റ് ന്യൂറൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ആർട്ടറീസ്. അതൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്ന ബോണാണ്. സ്പീനോയിഡ് ബോൺ സെൻട്രൽ സ്കൾ ബേസിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയിലെ തന്നെ മോസ്റ്റ് കോംപ്ലക്സ് ബോണാണ് സ്പീനോയിഡ് ബോൺ. നെക്സ്റ്റ് വൺ ഈസ് പെരൈറ്റൽ ബോൺ. പെരൈറ്റൽ ബോൺ 2 ഉള്ളത്. ഇറ്റ് ഫോംസ് ദ സൈഡ് ആൻഡ് റൂഫ് ഓഫ് ദ ക്രാനിയം. നമ്മുടെ ബ്രെയിനിൻ്റെ ടോപ്പ് ഭാഗം കവർ ചെയ്യുന്ന ബോണാണ് പെരൈറ്റൽ ബോൺ എന്ന് പറയുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പെരൈറ്റൽ ലോബ്സ്. നമ്മുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമായിട്ട് 2 പെരൈറ്റൽ ബോണാണ് ഉള്ളത്. അടുത്തത് ടെമ്പോറൽ ബോൺ. ടെമ്പോറൽ ബോണും 2 ഉള്ളത്. അതൊരു കോംപ്ലക്സ് ബോണാണ്. നമ്മുടെ ഇയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇറ്റ് ഹെൽപ്സ് വിത്ത് ദ ബാലൻസ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മുടെ ബാലൻസിനും ഹെൽപ്പ് ചെയ്യുന്ന ബോണാണ് ടെമ്പോറൽ ബോൺ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇയർ കനാൽ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഇതാണ് പ്രധാനമായും ടെമ്പോറൽ ബോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ദ ഓക്സിപിറ്റൽ ബോൺ. ഒരു ഓക്സിപിറ്റൽ ബോണാണ് നമുക്കുള്ളത്. അതൊരു ഫ്ലാറ്റ് ബോണാണ്. ഇറ്റ് ഫോംസ് ദ ബാക്ക് ആൻഡ് ബേസ് ഓഫ് ദ സ്കൾ. നമ്മുടെ തലയുടെ പുറം ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ബോണാണ് ഓക്സിപിറ്റൽ ബോൺ. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രെയിൻ. ഇത്രയുമാണ് നമ്മുടെ ക്രാനിയൽ ബോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫേഷ്യൽ ബോൺസ്. ടോട്ടൽ 14 ഫേഷ്യൽ ബോൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സൈഗോമാറ്റിക് ബോൺസ്. 2 സൈഗോമാറ്റിക് ബോൺസ് ആണുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ഓഫ് ദ ചീക്ക് ബോൺസ്. അടുത്തത് മാക്സില. മാക്സിലയാണ് നമ്മുടെ അപ്പർ ജോ ബോൺ. 2 മാക്സില ബോൺസ് ആണുള്ളത്. നമ്മുടെ ടീത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോണാണ് മാക്സില എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റൂഫ് ഓഫ് ദ മൗത്ത് ആൻഡ് പാർട്സ് ഓഫ് ദ ഐ സോക്കറ്റ് ആൻഡ് നോസ്. നെക്സ്റ്റ് വൺ ഈസ് നേസൽ ബോൺ. നേസൽ ബോൺ 2 സ്മോൾ പെയർഡ് ബോൺസ് ആണ്. 2 ബോൺസ് ആണുള്ളത്. നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതാണ്. അടുത്തത് ലാക്രിമൽ ബോൺ. ലാക്രിമൽ ബോൺ നമ്മുടെ ടിയർ പ്രൊഡ്യൂസിങ് സിസ്റ്റം, നമ്മുടെ കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബോണാണ്. അടുത്തത് ഇൻഫീരിയർ നേസൽ ഗോഷെ ബോണാണ്. അതൊരു കർവ്ഡ് ബോട്ട് ഷേപ്പ് ബോൺ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ലാറ്ററൽ വാൾസ് ഓഫ് ദി നേസൽ ക്യാവിറ്റി. നെക്സ്റ്റ് വൺ ഈസ് പാലറ്റൈൻ ബോൺസ്. 2 പാലറ്റൈൻ ബോൺസ് ആണുള്ളത്. എൽ ഷേപ്ഡ് ബോൺസ് ആണ്. ഇറ്റ് ഫോം ദ പാർട്ട് ഓഫ് ദ ഹാർട്ട്, പാലറ്റ് ആൻഡ് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയുടെ പുറകിലായിട്ട്, ബാക്ക് സൈഡിലായിട്ട് കാണപ്പെടും. ഇൻ ബിറ്റ്വീൻ മാക്സില ആൻഡ് സ്പീനോയിഡ്. നെക്സ്റ്റ് വൺ ഈസ് മാൻഡിബിൾ. മാൻഡിബിൾ നമ്മുടെ ലോവർ ജോ ബോണാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ സ്കൾ. ഹ്യൂമൻ സ്കളിലെ ഏറ്റവും വലിയ ബോണാണ് മാൻഡിബിൾ. അടുത്തത് വോമർ ബോൺ. വോമർ ബോൺ ഒരു തിൻ ആൻഡ് ഫ്ലാറ്റ് ഷേപ്ഡ് ബോണാണ്. നേസൽ ക്യാവിറ്റിയെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ബോൺ. അടുത്തത് ഇയർ ബോൺസ് ആയ മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ്. ലാസ്റ്റ് ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ നമ്മുടെ നെക്കിലായിട്ട് കാണപ്പെടുന്നതാണ്. അത് യു ഷേപ്ഡ് ബോണാണ്. ടങ്കിനെയും ലാരിൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ബോണാണ് ഹയോയിഡ് ബോൺ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഫ്ലോട്ടിംഗ് ബോൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 29 ഹെഡ് ബോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.